ഓക്കെ, അപ്പം നമുക്ക് ഇനി പറയാനുള്ളത് ക്ലാസ് 5 ആണ്. ഈ ചാപ്റ്ററിലെ അവസാനത്തെ ക്ലാസ് ആണ് ക്ലാസ് 5. അതിൽ നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്? ട്രാൻസ്പോസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു മെട്രിക്സ് സേ തന്നിട്ടുണ്ട് 1 2 4 5 6 7. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മെട്രിക്സിന്റെ കോളങ്ങളെയെല്ലാം റോ ആയിട്ട് എഴുതുന്നതിനെയാണ് നമുക്ക് ട്രാൻസ്പോസ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, അതിന്റെ ഫസ്റ്റ് കോളത്തിനെ റോ ആയിട്ട് പിടിച്ചെഴുതുക 1 4 6, സെക്കൻഡ് കോളത്തിനെ റോ ആയിട്ട് പിടിച്ചെഴുതുക 2 5 7. ഇതാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അത് ഏത് ടൈപ്പ് മെട്രിക്സ് ആണെങ്കിലും അത് നമുക്ക് എഴുതാൻ പറ്റും. ഈ മെട്രിക്സ് ഒരു 3x2 മെട്രിക്സ് ആയിരുന്നെങ്കിൽ ട്രാൻസ്പോസ് ചെയ്ത് കഴിയുമ്പം ആ മെട്രിക്സ് ഒരു 2x3 മെട്രിക്സ് ആയി മാറും. ഓക്കെ, ശേഷം നോക്കിക്കേ, ഈ മെട്രിക്സിൽ നമുക്ക് അതിനൊരു അബ്രിവേഷൻ എടുക്കാം. എങ്ങനെ? ഇപ്പോൾ ഇവിടെയുള്ള കോളത്തിനെല്ലാം നമ്മൾ റോ ആയിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓർത്താൽ മതി, കൊച്ചിൻ ടു റോം എന്ന് മാത്രം ഓർത്താൽ മതി. എല്ലാ കോളത്തിനെയും റോ ആയിട്ട് മാറ്റുക. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് അതിന് നേരെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യം മനസ്സിലാക്കാം. നമുക്ക് പരിപാടി തീർത്തേക്കാം. ഫസ്റ്റ് വൺ, ഫോർ എനി സ്യൂട്ടബിൾ മെട്രിസസ്, എനി മെട്രിസസ് എ ആൻഡ് ബി ഓഫ് സെയിം ഓർഡേഴ്സ് വി ഹാവ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ. ഒരു മെട്രിക്സ് എടുക്കുന്നു 1 2 4 5. ഓക്കെ, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു, സേ എ ട്രാൻസ്പോസ് എന്തായിട്ട് മാറും? കോളം ടു റോസ് 1 4 2 5. ഓക്കെ, അതിൻ്റെ ട്രാൻസ്പോസ് വീണ്ടും എടുക്കുന്നു, എ ട്രാൻസ്പോസ് the whole transpose which is equal to 1 2 4 5 എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസും എയും എന്തായിട്ട് കിട്ടി? ഈ രണ്ട് മെട്രിക്സ് എന്തായിട്ട് കിട്ടി? ഈക്വൽ ആയിട്ട് കിട്ടി. അപ്പോൾ ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്തിട്ട് അതിന് വീണ്ടും ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒറിജിനൽ മെട്രിക്സ് തന്നെ തിരിച്ചു കിട്ടും. ഇവിടെ ഞാൻ രണ്ട് നൊട്ടേഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എ ടി എന്നും ഉപയോഗിച്ചിട്ടുണ്ട്, എ ഡാഷ് എന്നും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് രണ്ടും സെയിം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. കാരണം വെച്ചാൽ നമുക്ക് പരീക്ഷകളിൽ രണ്ട് രീതിയിൽ ഇത് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് ഇത് ഈക്വൽ ടു എ എന്ന് പറയുമ്പോൾ ഇതിൽ ഈ കുനിപ്പ് അല്ലെങ്കിൽ അപ്പോസ്ട്രഫി അതിനെ ട്രാൻസ്പോസ് എന്ന് വിളിക്കാറുണ്ട്. എ ടി ദ ഹോൾ ടി അല്ലെ എ ട്രാൻസ്പോസ് ഹോൾ ട്രാൻസ്പോസ് ഇതിനെയും വിളിക്കാൻ പറ്റും, അതിനെയും എന്ന് തന്നെയാണ്, അല്ല മീൻസ് അതിനെ ട്രാൻസ്പോസ് തന്നെയാണ് നമ്മൾ അഭിസംബോധന ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് കെ എ ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു നമ്പർ 3A ദ ഹോൾ ട്രാൻസ്പോസ്, ഒരു മെട്രിക്സിലെ ഓരോ എലമെന്റ്സിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സ് ആണ് 3A. അതിന്റെ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു എ ട്രാൻസ്പോസ് ആയിരിക്കും. ഓക്കെ, അടുത്തത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതിന് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് എന്ന് എഴുതാം. എ മൈനസ് ബി ദ ഹോൾ ട്രാൻസ്പോസിനെ എ ട്രാൻസ്പോസ് മൈനസ് ബി ട്രാൻസ്പോസ്. അത് പെട്ടെന്ന് എഴുതി പോകുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഉടനെ തന്നെ അടുത്ത് പ്രോബ്ലം ചെയ്യും. അത് വെച്ചിട്ട് ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എ ബി ദ ഹോൾ ട്രാൻസ്പോസ്. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രോബ്ലം വൈസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം ഇത് നോക്കിയേ, if A is a matrix, B is a matrix, verify that A transpose the whole transpose is equal to A. നമുക്ക് നേരെ ഒന്ന് ചെയ്ത് നോക്കാം. A എന്ന് പറഞ്ഞ മെട്രിക്സ് 3 √3 2 4 2 0. A ട്രാൻസ്പോസ് എന്താ? A ട്രാൻസ്പോസ് കോളം ടു റോസ് 3 4 √3 2 2 0. ഓക്കെ, അടുത്തത് അതിൻ്റെ ഹോൾ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ്. ഓക്കെ, ആണ് എ ട്രാൻസ്പോസ് ദ ഹോൾ ട്രാൻസ്പോസ് എന്ത് വരും? നമുക്ക് സെയിം മെട്രിക്സ് കോളം ടു റോ 3 √3 2 3 √3 2 പിന്നെ 4 2 0 4 2 0. We get the same matrix A transpose the whole transpose is equal to A എന്ന് തന്നെ കിട്ടി. അത് പ്രൂവ് ചെയ്തു. അടുത്തത് A പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് is equal to A ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അടുത്തത് A പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് A ട്രാൻസ്പോസ് ചെയ്ത് നോക്കാവേ. ആദ്യമേ ഇത് ചെയ്യേണ്ട രീതി നോക്കിയോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊരു രണ്ട് സൈഡുകളുണ്ട്. ഒന്നാമത്തെ ഈ ഭാഗം, ഇതിന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ LHS എന്ന് വിളിക്കും. രണ്ടാമത്തെ ഭാഗം റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലെങ്കിൽ RHS എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ആദ്യമേ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ചെയ്യുന്നു, പിന്നെ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്യുന്നു. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. എ പ്ലസ് ബി അതിനാദ്യം കണ്ടുപിടിക്കണം. എ പ്ലസ് ബി ചെയ്ത് നോക്കാം. ഇതും കൂടെ ആഡ് ചെയ്യുക. 5 √3 - 1 4. അടുത്തത് 5 4
4. ഓക്കെ, ഇതാണ് എ പ്ലസ് ബി. എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. ശരി, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് എളുപ്പം. എന്താണ് 5 5 3 മൈനസ് 1 4 4 4. ഓക്കെ, കിട്ടി. അതാണ് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി നമുക്ക് വേണ്ട എന്താ ആർ എച്ച് എസ്. ആർ എച്ച് എസ് എന്താ എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അതിനാദ്യമേ എയുടെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. എയുടെ ട്രാൻസ്പോസ് എന്താണ്? എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 3 4 റൂട്ട് 3 2 3 4 റൂട്ട് 3 2 2 0. ബി ട്രാൻസ്പോസ് എന്താണ്? ബി ട്രാൻസ്പോസ് 2 1 മൈനസ് 1 2 2 4. ഓക്കെ, അടുത്തത് എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ് നോക്കാവേ. 5 5 റൂട്ട് 3 മൈനസ് 1 4 4 4. ഇത് തന്നെയാണോ നമുക്ക് ആർ എച്ച് എസ് എൽ എച്ച് എസ് കിട്ടിയേ? യെസ്, എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആയിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതണം, എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു ആർ എച്ച് എസ്, ഹെൻസ് വേരിഫൈഡ് എന്ന് എഴുതുമ്പോഴേ ഉള്ളൂ നമ്മളിത് പ്രൂവ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ചെയ്യേണ്ട രീതിയാണ് മനസ്സിലാക്കേണ്ടത്. ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റാക്കുന്നതല്ല. ഓക്കെ, ചെയ്യേണ്ട രീതി കറക്റ്റായിട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കെ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ബി ട്രാൻസ്പോസ്. അപ്പം കെ ബി ആദ്യം കണ്ടുപിടിക്കാം. കെ ബി ഇസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ മെട്രിക്സിനെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2k മൈനസ് കെ 2k കെ 2k 4k. ഓക്കെ, ഇനി കെ ബി ദ ഹോൾ ട്രാൻസ്പോസ്. കെ ബി ദ ഹോൾ ട്രാൻസ്പോസ്. കെ ബി ദ ഹോൾ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം ഹോളായിട്ട് എഴുതുക. 2k കെ മൈനസ് കെ 2k 2k 4k. ഓക്കെ, ഇതാണ് നമ്മുടെ എൽ എച്ച് എസ്. ആർ എച്ച് എസ് വലുത് ശരിയാക്കാം. ആർ എച്ച് എസ് എന്നതാണ് കെ ഇൻറ്റു ബി ട്രാൻസ്പോസ്. അപ്പം ബി ട്രാൻസ്പോസ് ആദ്യം എഴുതണം. ബി ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു 2 1 മൈനസ് 1 2 2 4. ഇനി കെ അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. കെ ബി ട്രാൻസ്പോസ്, കെ ഇൻറ്റു ബി ട്രാൻസ്പോസ്. അല്ലെങ്കിൽ 2k കെ മൈനസ് കെ 2k 2k 4k. എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആണോ? യെസ്, എൽ എച്ച് എസും ആർ എച്ച് എസും സെയിം ആണ്. ഹെൻസ് വേരിഫൈഡ്. ഓക്കെ, ശരി, സെയിം ക്വസ്റ്റ്യൻ തന്നെ. ഇതിനകത്ത് ഒറ്റ ഒരു ക്ലൂ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിനകത്ത് എ ട്രാൻസ്പോസ് ആണ് വന്നിരിക്കുന്നത്, എ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസും ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നിങ്ങൾക്ക് എ ട്രാൻസ്പോസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി. അത് ചെയ്യാൻ വേണ്ടി ആദ്യമേ എന്ത് വേണം? എ വേണം. ഓക്കെ, എ ഞാനെന്ന് എഴുതി. എ ട്രാൻസ്പോസിൽ നിന്ന് എ എഴുതുക കേട്ടോ. ഇതാ എ ട്രാൻസ്പോസ് ആണ്, ഇതിൽ നിന്ന് ഞാൻ എ എഴുതുക. കോളത്തിനെല്ലാം റോ ആക്കണം. 3 മൈനസ് 1 0 4 2 1. ഓക്കെ, എ ട്രാൻസ്പോസിൻ്റെ ഹോൾ ട്രാൻസ്പോസ് എടുത്തപ്പോൾ എനിക്ക് എ കിട്ടി. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ബി മൈനസ് 1 2 1 1 2 3. ഓക്കെ, എ പ്ലസ് ബി ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത് നോക്കട്ടെ. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 2 1 1 5 4 4. ഓക്കെ, ശരി. ഇനി എന്താ വേണ്ടത്? എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ് അല്ലേ? അതാണ് എൽ എച്ച് എസിൻ്റെ അവസാന ഭാഗം. ഓക്കെ, എളുപ്പം. 2 5 1 4 1 4. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ആർ എച്ച് എസ്. ആർ എച്ച് എസ് ഈസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. അപ്പോൾ ആദ്യമേ എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താണ്? 3 4 മൈനസ് 1 2 3 4 മൈനസ് 1 2 3 4 മൈനസ് 1 2 പിന്നെ 0 1. ഓക്കെ, ഇനി വേണ്ടത് എന്താ? ബി ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് ഇപ്പുറത്തുണ്ട്. എവിടെ? ഇതിൻ്റെ ട്രാൻസ്പോസ് ഉണ്ട്, പിടിച്ചാൽ മതി. -1 1 2 2 -1 1 2 2 പിന്നെ 1 3. ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസറായി. എന്താണ്? 2 5 1 4 1 4. ഇത് തന്നെയാണോ നമുക്ക് എൽ എച്ച് എസ് കിട്ടിയേ? 2 5 1 4 1 4. ഓക്കെ, 2 5 1 4 1 4. എൽ എച്ച് എസ് ഇസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഹെൻസ് വെരിഫൈഡ്. ഓക്കെ, കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് ഒരു രണ്ടാമത്തെ ഭാഗമുണ്ട്. ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കണം. ഓക്കെ, ക്ലാസ് ഞാൻ ചെയ്യിപ്പിച്ചാണ്, എന്നാലും ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തത്
എ ബി ദ ഹോൾ ട്രാൻസ്പോസ് ഇക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിനകത്ത് എയും ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമേ LHSൽ വരുന്ന ഭാഗം ഏതാണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ ബി ആണ്. എ ബി കണ്ടുപിടിക്കാൻ പ്രത്യേകം ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഒരു വലിയ മെട്രിക്സ് വരയ്ക്കുന്നു, കാരണം ഇത് ഒരു 3x1 മെട്രിക്സും ഇതൊരു 1x3 മെട്രിക്സും ആണ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പം കിട്ടാൻ പോകുന്ന മെട്രിക്സ് 3x3 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റോസ് എടുക്കുന്നു. അപ്പോൾ അതെ -1 -2 4 5. ഓക്കെ, രണ്ടാമത് മൾട്ടിപ്ലൈ ചെയ്യുന്ന മെട്രിക്സിൻ്റെ കോളംസ് 1 3 -6 മൾട്ടിപ്ലൈ ചെയ്യാം. -2 -6 12 4 12 -24 5 15 -30. ഓക്കെ, ഇതാണ് എ ബി. ഇനി എ ബിയുടെ ട്രാൻസ്പോസ് സ്ഥലമില്ല, ഇവിടെ ഇടാം. എ ബി ദ ഹോൾ ട്രാൻസ്പോസ് നേരെ സിമ്പിളായിട്ട് എഴുതിയേക്കാം. പറഞ്ഞേ -2 4 5 റോ, കോളത്തിന് റോ ആയിട്ട് എഴുതണം. -2 4 5. പിന്നെ -6 12 15 -6 12 15. അടുത്തത് 12 -24 -30 12 -24 -30. ഓക്കെ ആയല്ലോ, എ പ്ലസ് ബി ദ ഹോൾ ട്രാൻസ്പോസ്. ഇനി അടുത്തത് എന്താ? RHS. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ഇൻറ്റു ബി ട്രാൻസ്പോസ് ചെയ്താൽ കിട്ടില്ല. അപ്പം ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് സ്പെസിഫിക് ആയിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമേ ബി ട്രാൻസ്പോസ് കേട്ടോ. അപ്പം ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ബി ട്രാൻസ്പോസ് ആദ്യം എഴുതുക. ബിയുടെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇത് റോ മെട്രിക്സാ, അത് കോളം മെട്രിക്സ് ആകും. 1 3 -6 ഇൻറ്റു എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ഇത് കോളം മെട്രിക്സ് ആണ്, അത് റോ മെട്രിക്സ് ആകും. അപ്പോൾ ആ കാര്യം ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു റോ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് കോളം മെട്രിക്സ് ആവും, ഒരു കോളം മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് റോ മെട്രിക്സ് ആവും. ഓക്കെ, -2 4 5 എന്നുള്ളത് റോ മെട്രിക്സ് ആവും. ഓക്കെ, അപ്പോൾ ഇത് 3x1 മെട്രിക്സ്, ഇത് 1x3 മെട്രിക്സ്. കിട്ടുന്നത് 3x3 മെട്രിക്സ് ആയിരിക്കും. അപ്പം ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഞാൻ ഇങ്ങോട്ട് എഴുതുവാണേ. ആദ്യത്തതിൻ്റെ റോസ് 1 3 6, രണ്ടാമത്തതിൻ്റെ കോളംസ് -2 4 5. മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രം മതി, ആൻസർ ആയി. സോറി, മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ആയി. ഓക്കെ, -2 4 5 -6 12 15 12 -24 -30. ഇത് തന്നെയാണോ കിട്ടിയത്? യെസ്, LHS is equal to RHS. Hence verified. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ഇച്ചിരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത്, കാരണം സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ്. ചെയ്ത് നോക്കാം. അപ്പം ഇത് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞ അടുത്തൊരു ചോദ്യമാണ്. എ തന്നിട്ടുണ്ട്, എ ട്രാൻസ്പോസ് ഇൻറ്റു എ ഐ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ആദ്യമേ വേണ്ടത് എ ട്രാൻസ്പോസാണ്. അപ്പോൾ അത് ആദ്യം കണ്ടുപിടിക്കാം. എ ട്രാൻസ്പോസ് ഇസ് ഈക്വൽ ടു കോളം ടു റോസ്. കോസ് ആൽഫ ആണേ, കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ. അടുത്തത് സൈൻ ആൽഫ കോസ് ആൽഫ, കോസ് ആൽഫ. ഓക്കെ, ഇനി എ ട്രാൻസ്പോസ് ഇൻറ്റു എ. എന്താ എ? അത് തന്നെ, കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. അപ്പുറത്തെ സൈഡ് എഴുതേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. ശരി, അപ്പോൾ ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ മെട്രിക്സിൻ്റെ റോസ് എന്താ പറയുക? ആദ്യത്തെ മെട്രിക്സിൻ്റെ റോസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ. രണ്ടാമത്തെ മെട്രിക്സിൻ്റെ കോളംസ് കോസ് ആൽഫ മൈനസ് സൈൻ ആൽഫ, പിന്നെ സൈൻ ആൽഫ കോസ് ആൽഫ, സൈൻ ആൽഫ കോസ് ആൽഫ. പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ പ്ലസ് സൈൻ സ്ക്വയർ ആൽഫ. അത് 1 ആയി പോവേ. രണ്ടാമത്തത് കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ വിച്ച് ഈസ് ഈക്വൽ ടു കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ അല്ലെങ്കിൽ മൈനസ് സൈൻ ആൽഫ കോസ് ആൽഫ. എന്താണെങ്കിലും ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്ത് 0 ആയിപ്പോകും. ഓക്കെ, അടുത്തത് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ, കോസ് ആൽഫ ഇൻറ്റു സൈൻ ആൽഫ. ഓക്കെ, കോസ് ആൽഫ ഇൻറ്റു മൈനസ് സൈൻ ആൽഫ എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ആൽഫ ഇൻറ്റു കോസ് ആൽഫ. ഓക്കെ, അടുത്തത് സൈൻ ആൽഫ ഇൻറ്റു സൈൻ ആൽഫ, ഇവിടെ എടുത്തതാണ് സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് ആൽഫ ഇൻറ്റു കോസ് ആൽഫ കോസ് സ്ക്വയർ ആൽഫ. അപ്പോൾ ഇതെന്ത് വരും? സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ എന്ത് വരും?
സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ, സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്, സൈൻ സ്ക്വയർ മാങ്ങ പ്ലസ് കോസ് സ്ക്വയർ മാങ്ങ ഇസ് എന്ത് തന്നെയാണെങ്കിലും വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് 1. കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ 0 ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു I2 സെക്കൻഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ്. ഓക്കെ, അത് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. I ആയിട്ട് കിട്ടണം, സെക്കൻഡ് ഓർഡർ ഐഡന്റിറ്റി മെട്രിക്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കിക്കോളൂ അല്ലേ, എളുപ്പമാണ്. അടുത്തത് നമുക്ക് അടുത്തായിട്ട് പറയാനുള്ളത് സിമെട്രിക്കിനെയും സ്ക്യൂ സിമെട്രിക്കിനെയും പറ്റിയാണ്. അപ്പോൾ സിമെട്രിക്കിനെയും സ്ക്യൂ സിമെട്രിക്കിനെയും പറ്റി ഞാൻ പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ. ആദ്യം പറയാൻ പോകുന്നത് സിമെട്രിക് മെട്രിക്സിനെ പറ്റിയാണ്. പെട്ടെന്ന് പറയാം, നിങ്ങൾ മനസ്സിലാക്കിക്കോണം. സിമെട്രിക് മെട്രിക്സ്, സേ ഒരു മെട്രിക്സ് ഉണ്ട്, സേ 1 2 3 4 5 6 ആൻഡ് സോറി സിമെട്രിക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1 2 3 -1 -1 2 2 4 4 ഈ മെട്രിക്സിന് പ്രത്യേകത. സേ ഞാൻ ഇതിനെ എ എന്ന് വിളിക്കുകയാണ്. ഇതിൻ്റെ ഒരു ട്രാൻസ്പോസ് എടുത്തെന്ന് വിചാരിച്ചു. എ ട്രാൻസ്പോസ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന എന്തായിരിക്കും? കോളം 2 റോസ് 1 -1 2 -1 2 4 2 4 3. എന്താ ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത? ഈ മെട്രിക്സിലെ ഓരോ എലമെന്റ്സും തമ്മിൽ ഈക്വലാണ്. ട്രാൻസ്പോസ് എടുത്തപ്പോഴും എന്ത് പറ്റി? അത് ഈക്വലായിട്ട് കിട്ടി. ഓരോ എലമെന്റ്സും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, അത് ഈക്വലാണ്. ഇങ്ങനെയുള്ള ഒരു മെട്രിക്സിനെയാണ് വേർ എ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എ ആയിട്ട് തന്നെ കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ സിമെട്രിക് മെട്രിസസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിമെട്രിക് മെട്രിസസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ട്രാൻസ്പോസ് എടുക്കുമ്പോൾ തന്നെ സെയിം മെട്രിക്സ് കിട്ടുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കാൻ പറയുകയാണ്. ഓക്കെ, ഒരു സിമെട്രിക് മെട്രിക്സ് ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അതിനെ എങ്ങനെ ഉണ്ടാക്കും? ഏറ്റവും ആദ്യം നോക്കേണ്ട കാര്യം 1 2 3 എനിത്തിങ്, ഇപ്പോൾ 4 2 3 ഏതാണെങ്കിലും നടുക്കത്തെ ഡയഗണൽ എലമെന്റ്സ് 3 ഏതായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ ഒരു നമ്പർ എടുക്കുന്നുണ്ടെങ്കിൽ ആ സെയിം നമ്പർ തന്നെ ആയിരിക്കണം ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഈ പൊസിഷന്റെ വാല്യൂ എന്തായിരിക്കും? ഈ പൊസിഷന്റെ വാല്യൂ A12 ആണ്. 1 2 1 2 1 ക്രോസ് 2 അല്ല 1 2. ഈ പൊസിഷന്റെ വാല്യൂ എന്താ? A21 ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം, ഇത് സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളം. ഓക്കെ, ഇവിടെ ഞാൻ 4 എന്നൊരു വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇവിടെ എനിക്ക് 4 മാത്രമേ എടുക്കാവുള്ളൂ. ഇവിടെ ഞാൻ 7 എന്നൊരു വാല്യൂ എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഞാൻ 7 എന്നൊരു വാല്യൂ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴേ ഉള്ളത് സിമെട്രിക് ആയിട്ട് മാറത്തുള്ളൂ. നോക്കിക്കേ, ഇവിടെ വാല്യൂ ഈ പോയിന്റ് 1 3 ആണ്. ഈ പോയിന്റ് ഏതാ? 3 1. ഈ പോയിന്റ് 2 3 ആണ്, സെക്കൻഡ് റോയിലെ തേർഡ് കോളം. ഇവിടെ എന്താണ്? 3 2 ആണ്. ഇത്രയേ ഉള്ളൂ. AIJ എന്ന് പറഞ്ഞ പൊസിഷനും AJI എന്ന് പറഞ്ഞ പൊസിഷനും ഈക്വൽ ആയിരിക്കണം ഒരു സിമെട്രിക് മെട്രിക്സ്. അപ്പോൾ ഞാൻ 2/2 3/3 കാണിച്ചു തരാം. 2 3 ഏത് വേണം എടുക്കാം കേട്ടോ, ഡയഗണൽ ഏതെടുത്താലും കുഴപ്പമില്ല. ഇവിടെ ഞാൻ -1 എടുക്കുകയാണെങ്കിൽ ഇവിടെയും ഞാൻ -1 എടുക്കുന്നു. ഓക്കെ, ഇത് 1 2 ആണെങ്കിൽ ഇത് 2 1. ഒന്ന് നമുക്ക് ഇതിൻ്റെ ഇതെടുത്ത് നോക്കാം, ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. എ ട്രാൻസ്പോസ് എന്തായിരിക്കും നമുക്ക് നോക്കാം. എ ട്രാൻസ്പോസ് ഇക്വൽ ടു 2 -1 -1 3. കണ്ടോ, സെയിം മെട്രിക്സ് തന്നെ കിട്ടിയാണോ? 3/3 ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഓക്കെ, 3/3 ആണ്. ഏതൊരു മെട്രിക്സ് ഉണ്ടാകും, ഡയഗണൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. 7 -2 4. ഇവിടെ 4 എടുക്കുക, ഇവിടെ 4 എടുക്കാം, അതായത് 4 എടുക്കണം. ഇവിടെ ഞാൻ 9 എടുത്താൽ ഇവിടെ ഞാൻ 9 എടുക്കണം. ഇവിടെ 1 എടുത്താൽ ഇവിടെ 1 എടുക്കണം. ട്രാൻസ്പോസ് എടുത്ത് നോക്കാം. ഒന്ന് ട്രാൻസ്പോസ് എടുത്ത് നോക്കിയേ. 7 4 9 4 -2 1 9 1 4. സെയിം സാധനം തന്നെ കിട്ടിയില്ലേ? മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ചോയ്സ് ആക്കിയാൽ ഇത് ഫ്രീ ആയിട്ട് എടുക്കാം, ഇത് ഫ്രീ ആയിട്ട് എടുക്കാം, ഇത് ഫ്രീ ആയിട്ട് എടുക്കാം. ഇത് ഒരെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം, കാരണം അത് തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇത് ഒരെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം, അത് തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. ഇത് ഒരെണ്ണം ഫ്രീ ആയിട്ട് എടുക്കാം, അത് തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. മൊത്തം 6 ചോയ്സസ് ഉണ്ട്. ഓക്കെ, 6 ചോയ്സസ് ഉണ്ട്. കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് ഒരു ഉദാഹരണം നോക്കിക്കോ. സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എ എന്നൊരു മെട്രിക്സ് ആണെങ്കിൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ എന്ത് പറ്റും നോക്കാം. 0 -1 2 1 0 -3 -2 3 0. ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താ? അതെ,
ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ആ എലമെന്റ് കറക്റ്റ് നെഗറ്റീവ് ആണ് അപ്പുറത്ത്. സീറോയുടെ നെഗറ്റീവ് സീറോ തന്നെയാണ്. സീറോ ഈസ് നൈദർ പോസിറ്റീവ് നോർ നെഗറ്റീവ്. 1 ആണെങ്കിൽ ഇവിടെ എന്താ -1, ഇവിടെ -2 ആണെങ്കിൽ ഇവിടെ എന്താ 2, ഇവിടെ 3 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ -3 ആയിരിക്കും. അങ്ങനെ ഓരോ എലമെന്റിന്റെ നെഗറ്റീവ് ആയിരിക്കും ട്രാൻസ്പോസ് എടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം എ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എ അല്ല -A ആണെങ്കിൽ നമുക്ക് ആ ടൈപ്പ് മെട്രിസസിനെ വിളിക്കാൻ പറ്റുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഓക്കെ, ഇതിനൊരു വേറൊരു വശം കൂടെ ഉണ്ട്. സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന് ഒരു പ്രത്യേകത, അതിന്റെ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. മസ്റ്റാ. സ്ക്യൂ സിമെട്രിക് മെട്രിസസിലെ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. ഓൾവേസ് ഡയഗണൽ എലമെന്റ്സ് ആർ ഓൾവേസ് 0. ഓക്കെ, ഡയഗണൽ എലമെന്റ്സ് എപ്പോഴും അതിന്റെ 0 ആയിരിക്കും. പിന്നെ എടുക്കാൻ പറ്റുന്ന കേസ് ഏതൊക്കെയാന്ന് നോക്കി. ഇവിടെ -1 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 1 എടുക്കേണ്ടി വരും. ഇവിടെ 2 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ -2 എടുക്കേണ്ടി വരും. ഇവിടെ -3 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം മൊത്തം 6 കേസും. ഇവിടെ -1, 1, 2, -2, 3, -3. ഓക്കെ, കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു തിയറാണ്, നോക്കിക്കേ. Any matrix can be expressed as the sum of symmetric and skew symmetric matrix. ഏതൊരു മെട്രിക്സ്, ഏതൊരു സ്ക്വയർ മെട്രിക്സ് എനെയും നമുക്ക് എന്തായിട്ട് എഴുതാം, സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അതിനെയാണ് എഴുതിയിരിക്കുന്നത് ക്യാപിറ്റൽ A = ½ A + A ട്രാൻസ്പോസ് ½ A - A ട്രാൻസ്പോസ്. ഇത് ഒത്തിരി വായിക്കൊന്നും വേണ്ട, ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം. ഇതിനകത്ത് ½ A + A ട്രാൻസ്പോസ് എന്നുള്ള ഇത്രയും ഭാഗം എപ്പോഴും സിമെട്രിക് ആയിരിക്കും. ½ A - A ട്രാൻസ്പോസ് എന്നുള്ള ഇത്രയും ഭാഗം സ്ക്യൂ സിമെട്രിക്കും ആയിരിക്കും. അത് രണ്ടും കൂടെ ചേർത്ത് വെക്കുന്നതായിരിക്കും എ എന്ന് പറഞ്ഞ ഒരു മെട്രിക്സ്. ഓക്കെ, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുക വേണ്ട. ഈ എക്സാമ്പിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ക്ലിയർ ആവും. നോക്കിക്കേ, ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട് ബി. ആ മെട്രിക്സിന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്ക് ഇതിനെ സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതണം. നിങ്ങളിത് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് പുറകോട്ട് പോയിട്ട് എന്താണ് സിമെട്രിക് മെട്രിക്സും എന്താണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സും എന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം നമുക്ക് വരാം. ഇതേ നോക്കിയേ, ബി. അപ്പം ബി എന്ന് പറഞ്ഞ മെട്രിക്സിനെ എനിക്ക് എപ്പോഴും എഴുതാം. ഈ ഒരു ഫോമുല നിങ്ങൾ കാണാതെ പഠിച്ചോണം. A = ½ A + A ട്രാൻസ്പോസ് ½ A - A ട്രാൻസ്പോസ്. ബി ആണെങ്കിൽ ½ B + B ട്രാൻസ്പോസ് ½ B - B ട്രാൻസ്പോസ്. ഇതിൽ ½ B + B ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സിമെട്രിക് ആയിരിക്കും. ½ B - B ട്രാൻസ്പോസ് എന്തായിരിക്കും, സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ഏത് മെട്രിക്സ്, ബി എന്ന് പറഞ്ഞ മെട്രിക്സ്. അപ്പൊ നമുക്ക് നോക്കാം. ഇതിന് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ½ B + B ട്രാൻസ്പോസ് ആണ്. ഓക്കെ, ½ B + B ട്രാൻസ്പോസ്. ഇതിനാദ്യമേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് B + B. ഇതിന് കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്നത് B + B ട്രാൻസ്പോസ് ആണ്. ഇതിന് B ഉണ്ട്, B ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അതിന് B എഴുതാം. 2 - 2 - 4 -2 - 4 -1 - 3 4 -1 - 3 4. അടുത്തത് 1 - 2 - 3 1 - 2 - 3. ഓക്കെ, ഇനി ബി ട്രാൻസ്പോസ്. ഇതാണ് ബി. ബി ട്രാൻസ്പോസ് എഴുതാം. ബി ട്രാൻസ്പോസ് നേരെ ട്രാൻസ്പോസ് 2 - 1 1 -2 3 -2 -4 4 -3. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എന്താ, B + B ട്രാൻസ്പോസ്. രണ്ടുകൂടെ കൂട്ടണം എന്ന് എഴുതിയേക്കാം. B + B ട്രാൻസ്പോസ് ചെയ്യുമ്പം 4 - 3 -3 -3 6 2 -3 2 -6 ഇങ്ങനെയാണ്. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് ഇത് B + B ട്രാൻസ്പോസ് ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ½ B + B ട്രാൻസ്പോസ്. ഇത് സിമെട്രിക് ആയിരിക്കും എന്നാണ് നമുക്ക് പറയുന്നത്. ശരിയാണോ നമുക്ക് നോക്കാം. ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ½ B + B ട്രാൻസ്പോസ്. ഹാഫ് എടുക്കുമ്പം ഇതിലെ ഓരോ എലമെന്റിനെയും പകുതിയാകണം. ഇതിലെ ഓരോ എലമെന്റിനെയും ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. ശരി, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഹാഫ് വെക്കുമ്പോഴത്തേക്ക് എന്താവും, 2 - 3/2 -3/2 -3/2 3 1 -3/2 1 -3. ഇത് സിമെട്രിക് ആണോ നോക്കിക്കേ.
2 3 -3 അതേതായാലും കുഴപ്പമില്ല. പിന്നെ ഇവിടെ -3/2 ഇവിടെ -3/2 ഓക്കെ സാറ്റിസ്ഫൈഡ്. ഇവിടെ -3/2 ഇവിടെ -3/2 സാറ്റിസ്ഫൈഡ്. ഇവിടെ 1 ഇവിടെ 1 യെസ് ഇറ്റ് ഈസ് എ സിമെട്രിക് മെട്രിക്സ്. അപ്പൊ ആ സിമെട്രിക് മെട്രിക്സ് എന്നുള്ളത് നമ്മൾ എഴുതണം ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് വിച്ച് ഈസ് എ സിമെട്രിക് മെട്രിക്സ് എന്ന് എഴുതണം. അതിന് 1 മാർക്ക് കൊണ്ട് എഴുതണം കേട്ടോ. ഇങ്ങനെ എഴുതുന്നതിന് 1 മാർക്ക്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത ഇതൊരു മസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പരീക്ഷകളിൽ എല്ലാം ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇത് എഴുതണം. 1 മാർക്കാണ് ഇതിനുള്ളത്. ശരി, ഇനി അടുത്ത് നോക്കിയേ. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ഹാഫ് ബി മൈനസ്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നമ്മുടെ ഹാഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ് ആണ്. ഇത് നമ്മൾ ഇനി ഉപയോഗിക്കും. ഇനി ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കണ്ടേ? ഇത് കണ്ടുപിടിക്കണം. സ്ക്യൂ സിമെട്രിക്ക് നോക്കാം. അതിനാദ്യമേ നമുക്ക് വേണ്ടത് ബി മൈനസ് ബി ട്രാൻസ്പോസ് ആണ് ആദ്യം വേണ്ടത്. ബി മൈനസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. ആദ്യമേ ബി ഇവിടെ ഉണ്ടല്ലോ ബി പ്ലസ് ബി ട്രാൻസ്പോസ്. ബി മൈനസ് ഇവിടുന്ന് കണ്ടുപിടിക്കാം. 2 - 2 -4 2 - 2 -4 -1 3 4 -1 3 4 1 - 2 -3 1 - 2 -3 മൈനസ് ബി ട്രാൻസ്പോസ് എന്താ 2 - 1 1 -2 3 -2 -2 3 -2 -4 4 -3 -4 4 -3 അതിനെ സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്ത് നോക്കാം. 2 സബ്ട്രാക്ട് ചെയ്യുന്ന ഒരു ഇച്ചിരി ട്രിക്കിയാണ്, നോക്കി ചെയ്യണം. ഓക്കെ 2 - 2 അപ്പോൾ 0 -2 -1 -2 -1 അപ്പോൾ എന്താവും? അത് പ്ലസ് ആവും അല്ലേ? -2 -1 എന്ന് പറയുമ്പോൾ പ്ലസ് ആവും. -2 + 1 -1. ഓക്കെ അടുത്തത് -4 -1 which is equal to -5. ശരി -1 -2 എന്ന് പറഞ്ഞാൽ അത് +2 -1 വരുമ്പോൾ 1 വരും. ഓക്കെ അടുത്തത് 3 - 3 0. ഓക്കെ 4 -2 എന്ന് പറയുമ്പോൾ 6. ഓക്കെ 1 -4 എന്ന് പറയുമ്പോൾ 5. ഓക്കെ 2 - 4 പറയുമ്പോൾ -6 -3 -3 which is equal to 0. ഓക്കെ അപ്പം ബി മൈനസ് ബി ട്രാൻസ്പോസ് ആയിട്ടുള്ളൂ. ഇത് സ്ക്യൂസിമെട്രിക് ആണെന്ന് എഴുതി അങ്ങോട്ട് പോകരുത്. നമുക്ക് ഇതിന്റെ ഹാഫ് എടുക്കണം. ഹാഫ് എടുത്ത് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ് നമുക്ക് അടുത്ത പേജിൽ എഴുതാം അല്ലേ? ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ് എന്ത് വരും നോക്കട്ടെ. ഇതിന്റെ ഹാഫ് 0യുടെ ഹാഫ് 0. അടുത്തത് -1/2. അടുത്തത് -5/2. അടുത്തത് 1/2 0 3 5/2 -3 പിന്നെ 0. ഇതാണ് ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഇനി നമ്മളുടെ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താ? ഹാഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ് അല്ലേ? അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടെ കൂട്ടാം. ഏതൊക്കെ ഞാനിപ്പോൾ വട്ടം ഇടുന്നത്? ഇത് ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഇനി അപ്പുറത്ത് നമ്മൾ ഹാഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ് കണ്ടുപിടിച്ചിട്ടില്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടണം. ഓക്കെ ഹിമാലയൻ ടാസ്ക് ആണ്. അപ്പുറം ഇപ്പുറം ഞാൻ നോക്കി മടുക്കും. ശരി എന്തായാലും ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ അത് ഇങ്ങോട്ട് എഴുതാം. ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ് ഇത് ഞാൻ ഇങ്ങോട്ട് എഴുതാം. 0 -1/2 -5/2 1/2 0 3 5/2 -3 0. ഇതാണ് ഹാഫ് ബി മൈനസ് ബി ട്രാൻസ്പോസ്. ഇനി ഹാഫ് ബി പ്ലസ് ബി ട്രാൻസ്പോസ്. ഓക്കെ 2 -3/2 -3/2. ഓക്കെ 2 -3/2 -3/2. ഓക്കെ അടുത്തത് -3/2 3 1 -3/2 3 1. ഓക്കെ അടുത്തത് -3/2 1 -3. ഓക്കെ നമ്മളുടെ ഉത്തരം ഞാൻ ഇങ്ങോട്ട് എഴുതുക. ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാനിത് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് ബി മെട്രിക്സ് തിരിച്ചു കിട്ടണം. എന്ന് പറഞ്ഞാൽ എൻ്റെ ചോദ്യം തന്നെ എനിക്ക് തിരിച്ചു കിട്ടണം. ഏതാ ചോദ്യം? ഇതാണ് ചോദ്യം. ഈ ചോദ്യം തന്നെ എനിക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ ഞാൻ ചെയ്തതെല്ലാം ശരിയാണ്, അല്ലെങ്കിൽ എനിക്ക് എവിടെയോ തെറ്റ് പറ്റുന്നുണ്ട്. ഓക്കെ അപ്പൊ ഇത് സ്ക്യൂ സിമെട്രിക് ആണോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്തില്ല, ഞാൻ മറന്നുപോയി. ഇത് നോക്കിയേ
ഡയഗണൽ എലമെന്റ്സ് 0 ആണ്. ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ഇത് 1/2, ഇത് -1/2 സാറ്റിസ്ഫൈഡ്. ഇത് 5/2, ഇവിടെ -5/2 സാറ്റിസ്ഫൈഡ്. ഇവിടെ -3, ഇവിടെ 3, അത് സാറ്റിസ്ഫൈഡ്. സോ വി ക്യാൻ റൈറ്റ് ദാറ്റ് ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക്. ഇത് ഞാൻ എഴുതിയില്ല, എനിക്ക് ഒരു മാർക്ക് പോയി. മനസ്സിലായോ? അപ്പോൾ സ്ക്യൂ സിമെട്രിക്, ഇറ്റ് ഈസ് സ്ക്യൂ സിമെട്രിക് എന്ന്, അല്ലെങ്കിൽ അപ്പുറത്ത് ഇറ്റ് ഈസ് സിമെട്രിക് എന്ന് എഴുതിയില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് പോകും. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ഇത് കൂട്ടാൻ പോവാ. 2 + 0 എനിക്ക് കിട്ടുന്നുണ്ട് 2, -3/2 + -1/2. അത് നിങ്ങൾക്ക് വേറെ പേപ്പറിൽ ചെയ്ത് നോക്കണം കേട്ടോ. -3/2 + -1/2 ഞാൻ ഇപ്പുറത്തെ പേജിലോട്ട് ചെയ്യുക. -3/2 + -1/2. 2 കോമൺ ആണ്. -3 -1 കൂടെ ആഡ് ചെയ്യുമ്പോൾ -4. -4/2 which is equal to -2. ഓക്കെ, അടുത്തത് -3/2 -5/2. ഓക്കെ, -3/2 + -5/2. 2 കോമൺ ആണ്. -3 -8 -8/2 എന്ന് പറയുമ്പോൾ -4. ഓക്കെ, അടുത്തത് -3/2 + 1/2. -3/2 + 1/2 എന്ത് വരും? 2 കോമൺ ആണ്. -3യും 1 വരുമ്പോഴത്തേക്കും -2 which is equal to -1. 3 + 0 3, 1 + 3 4. ഓക്കെ, -3/2 + 5/2. -3/2 + 5/2 which is equal to 5/2 അല്ലേ? ഓക്കെ, -3/2 + 5/2 എന്ന് പറയുമ്പോഴത്തേക്കും 2/2 which is equal to 1. 2/2 which is equal to 2/2 which is equal to 1. 1 + -3 എന്ന് പറയുമ്പോഴത്തേക്കും അത് -2 വരും. -3 + 0 എന്ന് പറയുമ്പോഴത്തേക്കും -3. ഓക്കെ, ആൻസർ ഒന്ന് ചെക്ക് ചെയ്താൽ ഇത് തന്നെയാണോ എൻ്റെ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് റോ 2 - 2 -4. 2 - 2 -4. ഓക്കെ, അടുത്തത് -1 3 4. അടുത്തത് -1 3 4. രണ്ടാമത്തെ റോ കറക്റ്റ്. 1 - 2 -3 അതാണ് അവസാനത്തെ റോ. 1 - 2 -3. യെസ്, മൈ ആൻസർ ഈസ് കറക്റ്റ്. കണ്ടോ, ഹാഫ് A + A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് സിമെട്രിക്കും, ഹാഫ് A - A അല്ലെങ്കിൽ B - B ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക്കും. ആ രണ്ട് മെട്രിക്സിനെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് തന്നെ കിട്ടണം? ക്വസ്റ്റ്യൻ തന്നെ തിരിച്ചു കിട്ടണം. അപ്പോഴാണ് ഞാൻ ചെയ്ത സ്റ്റെപ്പുകളെല്ലാം ശരിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെട്രിസസിലുള്ളത്. ഇനി നമുക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഡിറ്റർമിനൻസ് ആണ്. അതിനു മുമ്പ് അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. അത് നമുക്ക് അടുത്ത QR തരാം.